നമസ്തേ. എല്ലാ വീഡിയോയിലും ഞാൻ എന്ന് ഞാൻ പറയാറുണ്ട്. എന്താണ്, ആരാണ് ഞാൻ? ഞാൻ എന്ന് നമ്മുടെ പേരാണ്. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറഞ്ഞ് സ്വയം പറയുന്നതാണ് ഞാൻ എന്ന്, അല്ലേ? അപ്പം ഞാൻ ആരാണ്? ഞാൻ എന്നത് നമ്മുടെ ശരീരത്തിനെയാണ് നമ്മൾ സ്വയം പരിചയപ്പെടുത്തി ഞാനെന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ പേര് ഞാൻ എന്നത് ശരീരമാണ്. പിന്നെ ഈ ശരീരത്തിന് പേരുണ്ട്, എല്ലാവർക്കും ഒരു പേരുണ്ട്. ഈ ഞാൻ എന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു അഹമുണ്ട്. ആ അഹത്തെക്കുറിച്ചുള്ള പഠനമാണ് ജ്ഞാനം. അതായത് എന്നെക്കുറിച്ച് ഉള്ള പഠനം. ഞാൻ ആരാണെന്ന് അറിയണം. നമ്മൾ ആരും തന്നെ അത് അറിയുന്നില്ല. നമ്മളിങ്ങോട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ സഹോദരങ്ങൾ ആരാന്നൊക്കെ അറിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തുള്ളവരെയൊക്കെ അറിഞ്ഞ് ബന്ധുക്കളെയൊക്കെ അറിഞ്ഞ് നാട്ടുകാരെയൊക്കെ അറിഞ്ഞ് പിന്നെ പാഠപുസ്തകത്തിലുണ്ടായി അതറിഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അറിയേണ്ടതൊന്നും നമ്മൾ അറിയുന്നില്ല. നമുക്ക് നമ്മൾ എവിടെ നിന്ന് വന്നെന്നും നമ്മൾ ആരായിരുന്നെന്നും നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നെന്നും നമ്മൾ ഇവിടെ എന്തിന് വന്നെന്നും ഇവിടുത്തെ ഉദ്ദേശം എന്താണെന്നും ഇവിടെ എന്തൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ടെന്നും ഇവിടുന്ന് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ഒക്കെ നമ്മൾ പഠിക്കണം. അതാണ് ജ്ഞാനം, ആത്മജ്ഞാനം. നമ്മൾ ആത്മാവ് എന്ന് പറയാറുണ്ട്. അത് ഹിന്ദുക്കൾ സാധാരണയായിട്ട് പറയുന്നത് മരണശേഷമുള്ള ആത്മാവിനെ ആൾക്കാർ പറയും. ഇത് ഹിന്ദുക്കളുടെ ഒരു അവരപ്പോഴാണ് ആത്മാവ്, കർമ്മം, ക്രിയ, പിണ്ഡം ഇതൊക്കെ അപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന വേർഡ്സുകളാണ് ഇതൊക്കെ ആത്മജ്ഞാനത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മൾ സ്വയം ഒരു ആത്മാവ് തന്നെയാണ്. അതായത് ഒരു ആത്മാവ് ഈ ശരീരം സ്വീകരിച്ച നിമിഷം മുതൽ ഞാൻ എന്ന പേര് സ്വീകരിച്ച് മാംസം, അതായത് ഒരു ശരീരം സ്വീകരിച്ച് ആ ആത്മാവ് അതിൽ വസിക്കുകയാണ്. ആ ശരീരത്തിലുള്ളിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞേ പറ്റത്തുള്ളൂ. ആ ആത്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അത് ആത്മജ്ഞാനം. പിന്നെ വേറെയും കുറേ ജ്ഞാനമുണ്ട്. അതായത് ആ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ജീവിച്ച് തീർക്കേണ്ടതാണ് ഇവിടുത്തെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ജീവിതമായിരിക്കണം. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ജീവിതത്തിനും, അതായത് ഇന്നത്തെ ഒരു 100 വർഷത്തിന് മുമ്പ് നമ്മളെ സന്യാസി ശ്രേഷ്ഠന്മാർ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നിവിടെ ജ്ഞാന ഭാരതം നമുക്ക് കെട്ടിപ്പടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായൊരു ജനതയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാമായിരുന്നു.